കൃഷിക്കും പാർപ്പിടത്തിനും ശുചിത്വത്തിനും പ്രാധാന്യം നൽകി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി ബജറ്റ് അവതരണം നടത്തി. ആകെ 30,66,63,467 രൂപ പ്രതീക്ഷിത വരവും 29,72,36,690 രൂപ പ്രതീക്ഷിത ചിലവും 64,59,777 രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റിൽ കൃഷി, മൃഗസംരക്ഷണം, ഭവന നിർമ്മാണം, ശുചിത്വം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരണം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി നിർവഹിച്ചു. സമാഹരിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ കണ്ടെത്തി അവ നിത്യനിദാന ചിലവുകൾക്ക്, വികസന പദ്ധതികൾക്കും പ്രത്യേക ഉദ്ദേശ പദ്ധതികൾക്കുമായി മാനദണ്ഡങ്ങൾക്കനുസൃതമായി വകയിരുത്തുന്നതാണ്. ഈ സർക്കാരിന്റെ 12 പരിപാടികൾക്കൊപ്പം നമ്മുടെ ഗ്രാമത്തിന്റെ അടിസ്ഥാന വികസന ക്ഷേമ ആവശ്യങ്ങൾക്ക് ഊന്നൽ നൽകി 2025-26 ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 10,42,07,000 രൂപയും സേവന മേഖലയ്ക്ക് 15,16,39,160 രൂപയും പശ്ചാത്തല മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 23 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടൂരേത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേമ പ്രവർത്തനങ്ങൾ, സംരംഭത്വ പ്രോത്സാഹനം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, പശ്ചാത്തല വികസനം തുടങ്ങിയ മേഖലകളിൽ നാം നടത്തിയ ഇടപെടലുകളുടെ ജനകീയാസൂത്രണത്തിന്റെ 2ാം ഘട്ടം അതിന്റെ സുവർണ കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ 4ാം വാർഷിക പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിന്റെയും ഘടക സ്ഥാപനങ്ങളുടെയും ഭരണ സേവന സംബന്ധമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വിഭവങ്ങൾ എങ്ങനെ സമാഹരിക്കാമെന്നും എങ്ങനെ ചെലവുകൾ നടത്താമെന്നും വിവിധ തലങ്ങളിൽ വിശദമായി ചർച്ച നടത്തിയുണ്ടായി. അതിൻ്റെ ഫലമായി സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പ്ലാൻ ഫണ്ടും മറ്റ് ഗ്രാൻറ്റുകളും മേൽത്തട്ടിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് പരമാവധി ജനക്ഷേമകരമായ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി സബീന എസ്, സ്ഥിരം സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എന്നാൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 2025-26 അവതരിപ്പിച്ച ബജറ്റ് തികച്ചും ജനവിരുദ്ധ ബജറ്റാണെന്ന് BJP അംഗങ്ങൾ ആരോപിച്ചു. യാതൊരു കൂട്ടുത്തരവാദിത്വവുമില്ലാതെ തട്ടിക്കൂട്ടി ഒപ്പിച്ചുവെച്ച ബജറ്റാണ്. സാധാരണക്കാരനെയും പാവങ്ങളെയും സഹായിക്കാൻ യാതൊരു പദ്ധതിയും ഈ ബജറ്റിലില്ല. യുവാക്കൾക്ക് വേണ്ടിയും കർഷകർക്കും പട്ടികജാതിക്കാർക്കും വനിതകൾക്കും വികലാംഗർക്കും പറ്റിയ ഒരു പദ്ധതിയും ഇല്ലാത്തതിനാൽ ബജറ്റ് ബുക്കുകൾ കീറിക്കളഞ്ഞും BJP പ്രതിഷേധിച്ചു. BJP പാർലമെന്ററി പാർട്ടി ലീഡർ പാറയിൽ രാധാകൃഷ്ണൻ, അംഗങ്ങളായ മഠത്തിൽ ബിജു, ശരത് കുമാർ പാട്ടത്തിൽ, ശ്രീലത, ജ്യോതികുമാർ എന്നിവരാണ് ബജറ്റ് ബുക്ക് കീറിക്കളഞ്ഞു പ്രതിഷേധിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ പരിഗണിക്കാത്ത ബജറ്റാണെന്ന് LDF പാർലമെന്ററി പാർട്ടിയും ആരോപിച്ചു. ബജറ്റ് ചർച്ചയിൽ നിന്നും അവർ ഇറങ്ങിപ്പോയി. BJPയും ഇടതുപക്ഷവും ചേർന്ന് UDFന്റെ വികസനങ്ങളിൽ വിലറിപൂണ്ടാണ് ബജറ്റിനെ എതിർത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടൂരേത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.